+1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്, അതുപോലെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയവയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഏത് സ്കൂളിലാണ് അഡ്മിഷൻ കിട്ടാൻ സാധ്യത എന്ന ഒരു ഏകദേശ ധാരണ കുട്ടികൾക്ക് ലഭിക്കും. എന്നാൽ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം മറ്റു കുട്ടികൾ അവരുടെ സ്കൂൾ ഓപ്ഷൻസൊക്കെ മാറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയ സ്കൂളിൽ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടണം എന്നുള്ള ഉറപ്പും പറയാൻ സാധിക്കില്ല. ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന ശേഷം കുട്ടികൾക്ക് അവരുടെ സ്കൂൾ ഓപ്ഷൻസ് മാറ്റാനും പുതിയ സ്കൂൾ ഓപ്ഷൻസ് ചേർക്കാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അവ തിരുത്താനും അതുപോലെ തന്നെ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യാനും കാൻഡിഡേറ്റ് ലോഗിനിലെ എഡിറ്റ് ഓപ്ഷൻ എന്ന ലിങ്കിലൂടെ ആവശ്യമായ തിരുത്തലുകൾ ഉൾപ്പെടുത്താൻ സാധിക്കും. ആവശ്യമായ തിരുത്തലുകൾ വരുത്തി ഫൈനൽ കൺഫർമേഷൻ ചെയ്യണം. ഒരു പ്രാവശ്യം ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പ്രത്യേകം ഓർക്കണം. അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്തതിന് ശേഷം ഭൂരിപക്ഷം കുട്ടികളും എഡിറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് ആവശ്യമായ ചേഞ്ച് വരുത്താറുണ്ട്. ഓപ്ഷൻ ഉപയോഗിച്ചതിന് ശേഷം ഫൈനൽ കൺഫർമേഷൻ ചെയ്യണം. ഫൈനൽ കൺഫർമേഷൻ ചെയ്തിട്ടില്ലാത്ത ആപ്ലിക്കേഷനുകൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് പരിഗണിക്കില്ല. അത്തരം കുട്ടികളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും. അതിനാൽ എഡിറ്റ് ഓപ്ഷൻ ഉപയോഗിച്ചതിന് ശേഷം ഫൈനൽ കൺഫർമേഷൻ നടത്താൻ മറക്കരുത്. എല്ലാ വർഷവും +1 അഡ്മിഷൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാറുള്ളത് വൈകുന്നേരം 4 മണിയോടുകൂടിയൊക്കെയാണ്. അപ്പോൾ നാളെ വൈകുന്നേരം 4 മണിയോടുകൂടിയായിരിക്കും റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. റിസൾട്ട് ചെക്ക് ചെയ്യാൻ HSCAPൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. യൂസർ ID, പാസ്വേഡ് എന്നിവ നൽകിയതിന് ശേഷം ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. യൂസർ IDയും പാസ്വേഡും ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. ട്രയൽ അലോട്ട്മെൻറ്റിൽ ഒരു കുട്ടിക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് ഗ്രേഡുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ബോണസ് പോയിൻറ്റുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. എങ്ങനെയാണ് ബോണസ് പോയിൻ്റ് നൽകുന്നതെന്ന് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ ആണ് അഡ്മിഷനെ കുറിച്ച് ആലോചിക്കേണ്ടത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷനൊക്കെ ലഭിക്കുകയാണെങ്കിൽ നിർബന്ധമായും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടി വരും. ഇനി സെക്കൻഡ്, തേർഡ് അങ്ങനെ അതിന് താഴെയുള്ള ഓപ്ഷൻസാണ് ലഭിക്കുന്നതെങ്കിൽ താൽക്കാലിക പ്രവേശനമെടുത്ത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് അതുപോലെ തേർഡ് അലോട്ട്മെൻറ്റിനും ഒക്കെ വെയിറ്റ് ചെയ്യാവുന്നതാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എഡിറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് ആവശ്യമായ തിരുത്തലുകൾ, തെറ്റുണ്ടെങ്കിൽ തിരുത്തുക, അതുപോലെ ഓപ്ഷൻസ് ആവശ്യമെങ്കിൽ ചേഞ്ച് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതിന് ഒരു നിശ്ചിത തീയതി വരെ സമയം നൽകാറുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എഡിറ്റ് ഓപ്ഷൻ ഉപയോഗിച്ചതിന് ശേഷം ഫൈനൽ കൺഫർമേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നീട് യാതൊരു കാരണവശാലും യാതൊരു തെറ്റും തിരുത്താൻ സാധിക്കുന്നതില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്തതിന് ശേഷം മാത്രം ഫൈനൽ കൺഫർമേഷൻ നടത്തുക. അതുപോലെ തന്നെ ഫൈനൽ കൺഫർമേഷൻ നടത്താത്ത വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ നിരസിക്കുന്നതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാൻ മറക്കരുത്.